الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ നാടിന്റെ, നമ്മുടെ വീടുകളുടെ സൗഭാഗ്യങ്ങൾക്ക് പിന്നിൽ പ്രവാസികളായ സഹോദരങ്ങളുടെ, ആളുകളുടെ അധ്വാനമുണ്ട് എന്നുള്ളത് ഏറെ വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. സാധാരണ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് പറയാറുള്ളത് കേരളത്തിന്റെ നട്ടെല്ലാണ് പ്രവാസികളെന്നാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പിന്നിൽ, വലിയ വലിയ വീടുകൾക്കും ബിസിനസ് സംരംഭങ്ങൾക്കുമെല്ലാം പിന്നിൽ പ്രവാസികളായ ധാരാളം മനുഷ്യരുടെ ജീവിതമുണ്ട്. അവരുടെ അധ്വാനവും അവരുടെ പരിശ്രമവും കൊണ്ടാണ് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾക്കും സമൂഹത്തിനുമൊക്കെ സാധിച്ചത് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ വീടുകളിലും ഒരു പ്രവാസിയെങ്കിലും ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മൾ ഓരോ വീടുകൾ എടുത്തു നോക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം പ്രവാസികളായ ആളുകളുണ്ട്. സാധാരണയുള്ള കണക്ക് പ്രകാരം ഒരു പ്രതിമാസം 20,000 കോടി രൂപയാണ്. ഇതൊരു ചെറിയ കണക്കാണ്, ഒരു പക്ഷേ അതിലധികം ഉണ്ടാകും നമ്മുടെ നാട്ടിലേക്ക് പ്രവാസികളായ ആളുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇങ്ങനെ ഒരു ആമുഖം പറയാൻ കാരണം, ഈ നാട് വളരെ സന്തോഷത്തിലും സുഖങ്ങളിലും സൗകര്യങ്ങളിലുമൊക്കെ ജീവിക്കുന്നതിന്റെ പിന്നിൽ നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ധാരാളം ആളുകൾ, നമ്മുടെ കൂടെ ജീവിക്കേണ്ടിയിരുന്ന പല ആളുകളും അവർ അവരുടെ മാതാപിതാക്കളുടെയും ഭാര്യമാരുടെ, മക്കളുടെ, കുടുംബത്തിന്റെ കൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കേണ്ടതിന് പകരം
അവര് ജോലി തേടി ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക്, മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയത് കൊണ്ടാണ് ഒരു പരിധിവരെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും സാധിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉപജീവനം അത് മനുഷ്യൻ തേടേണ്ടതാണ്, അതിനുള്ള വഴികൾ അവൻ അന്വേഷിക്കണമെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുൽക്കിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വഖുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, അവനാകുന്നു നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്നവൻ, ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നവൻ പടച്ച തമ്പുരാനാണ്. അതിനാൽ അതിന്റെ ചുമലുകളിലൂടെ, ഭൂമിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? സഞ്ചരിക്കുക. അവന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭുജിക്കുകയും ചെയ്യുക. അള്ളാഹുവിലേക്ക് തന്നെയാണ് നിങ്ങൾ മടങ്ങുക എന്ന് പറഞ്ഞാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഈ ആയത്തിലെ ഫംശൂ ഫീ മനാകിബിഹ എന്ന പ്രയോഗത്തെ മുഫസ്സിറുകൾ വിശദീകരിക്കുമ്പോൾ അവരതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഉപജീവനം തേടി ഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അന്വേഷിക്കണം എവിടെയാണ് റിസ്ഖ് ഉള്ളത്, എവിടെയാണ് ഉപജീവനം ലഭിക്കുക. സഹോദരങ്ങളെ, ആ അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മുടെ ഇടയിലുള്ള പല ആളുകളും പ്രവാസ ലോകത്തേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം പ്രാർത്ഥനയിൽ മാത്രം മുഴുകിക്കൂടാൻ പറഞ്ഞ, ചടഞ്ഞുകൂടാൻ പറഞ്ഞ ഒരു മതമല്ല. മറിച്ച് ഉപജീവനത്തിനായി മനുഷ്യൻ ഇറങ്ങിത്തിരിക്കണമെന്നും അധ്വാനിക്കണമെന്നും മടി പിടിച്ചിരിക്കാതെ, മടി കൂടാതെ പരിശ്രമം നടത്തണമെന്നുമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഇസ്ലാമിന്റെ അന്വേഷണമാണ്, അല്ലെങ്കിൽ ആ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ് നമ്മളടക്കമുള്ള, അത് പ്രവാസ ലോകത്ത് എന്ന് മാത്രമല്ല, നാട്ടിൽ ഉപജീവനം തേടുന്ന ആളുകളും പ്രവാസികളായ ആളുകളും എല്ലാവരും ഈ ഖുർആനിന്റെ കൽപ്പനയാണ് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് പഠിക്കണം. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതാണ് നമ്മൾ ചെയ്യുന്നത്. ഉപജീവനം നടത്താൻ ഒരു കടയാകട്ടെ, ഒരു അധ്യാപകനാകട്ടെ, ഏതു മേഖലയാകട്ടെ, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ഉപജീവനം തേടണം. നമുക്ക് സാധ്യമായ രീതിയിൽ ഹലാലായ മാർഗത്തിൽ അന്വേഷിക്കുവാനും ജോലി തേടുവാനും അതിലൂടെ സമ്പാദിക്കാനും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോയവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നാണ്. നമ്മൾ ആരെങ്കിലും ആ വചനത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോയവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന്. അള്ളാഹുവിന്റെ മാർഗം എന്ന് പറയുമ്പോൾ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗം. മഹാനായ കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മർറ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ ഫറഅ അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജലദിഹി വനശാതിഹി ഫഖാലു യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള നല്ല ഒരാള്, അയാൾ നബിയുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അയാൾ നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ശേഷിയുള്ള മനുഷ്യനാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികളുടെ ചോദ്യം, അള്ളാഹുവിന്റെ റസൂലെ, അയാൾ കുടുംബത്തെ സംരക്ഷിക്കാനാ പോകുന്നത്, അയാൾ അയാളുടെ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ സംരക്ഷണം നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്താൽ അതല്ലേ അയാൾക്ക് ഏറ്റവും ഉപകാരപ്പെടുക, അല്ലെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്ന സ്വഹാബികളുടെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, فقال رسول الله صلى الله عليه وسلم إن كان خرج يسعى على بلده صغارا فهو في سبيل الله. ഏതെങ്കിലും ഒരാള് അയാളുടെ ചെറിയ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. وإن كان خرج يسعى على أبوين شيخين كبيرين فهو في سبيل الله. പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ, ജോലിക്ക് പോയാൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ നഫ്സിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനിയോ ഒരു സ്വന്തം ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരാള് ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ, ജോലി അന്വേഷിക്കുന്നത് എങ്കിൽ അവനും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഉപജീവനം തേടുന്നവൻ, ഭാര്യയെ സംരക്ഷിക്കാൻ, മക്കളെ സംരക്ഷിക്കാൻ, കുടുംബത്തെ സംരക്ഷിക്കാൻ ഉപജീവനം തേടുന്നവൻ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന
പ്രവാചകന്റെ അധ്യാപനം ഒരു വിശ്വാസിക്ക് നൽകുന്ന സന്തോഷം എത്രയാണ്. നമ്മുടെ അധ്വാനങ്ങൾ വെറുതെയാകുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ പരിശ്രമിക്കുന്നത്, നമ്മൾ പ്രവാസിയാകുന്നത്, ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണ്. പരലോകത്ത് നമുക്ക് പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. പ്രവാസികൾ അത് മനസ്സിലാക്കണം. നാട്ടിൽ താമസിക്കുന്ന ആളുകളും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹലാലായ അധ്വാനം ഒരു പുണ്യകർമ്മമാണ് എന്നാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് കുടുംബത്തിന്റെ സംരക്ഷണ ചുമതലയുള്ളത്. അവരാണ് റിസ്ക് അന്വേഷിക്കേണ്ട ആളുകൾ. അതിന്റെ അർത്ഥം സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ല. പക്ഷെ അള്ളാഹു ചുമതല ഏൽപ്പിച്ചത് പുരുഷന്മാരെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ അയാൾ തന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഓരോ ഉരുളക്കും അജ്റുണ്ട്, കൂലിയുണ്ട്. അയാൾ റിസ്ക് തേടി അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അയാളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിലൂടെ അയാൾക്ക് പുണ്യം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുക എന്നുള്ളത്, പണം സമ്പാദിക്കുക എന്നുള്ളത്, ഉപജീവനം തേടുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം പുണ്യമായി പഠിപ്പിച്ച കാര്യമാണ്. ആ ഉപജീവനം തേടുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഞാൻ ഈ വിഷയം പറയാൻ കാരണം, ഇന്നത്തെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ നാട്ടിൽ താമസിക്കുന്ന പ്രത്യേകിച്ച് പ്രവാസികളുടെ കുടുംബക്കാരായ ആളുകൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അവർ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസ ലോകത്ത് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ ഒരുപാടാണ്. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. നാട്ടിൽ നിന്ന് വരുന്ന ഓരോ ഫോൺ കോളുകളെയും പേടിക്കുന്ന പ്രവാസി സഹോദരങ്ങളുണ്ട് എന്നുള്ളത് അതിശയോക്തി പറയുന്നതല്ല. ഞാൻ അവരുമായി സംസാരിച്ചതിന്റെ ഈ ഖുതുബക്ക് വേണ്ടി തന്നെ പ്രവാസ ലോകത്തുള്ള എന്റെ സഹോദരങ്ങളുമായി, സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ, അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ നേരിടുന്ന കാര്യങ്ങൾ അവർ വിശദീകരിക്കുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. പ്രവാസ ലോകത്ത് എനിക്കും ജീവിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അവരെണ്ണി പറഞ്ഞ ഒരു കാര്യം, ജോലി നഷ്ടപ്പെടുകയാണ് പ്രവാസികളായ പല ആളുകൾക്കും. അവരുടെ ജീവിതത്തിന്റെ മാർഗമായിരുന്ന ജോലി നഷ്ടപ്പെടുന്ന പ്രതിസന്ധി അവർക്ക് മുന്നിലുണ്ട്. അതേപോലെ തന്നെ യാത്രക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഒരു കമ്പനിയിൽ നിന്ന്, ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകാൻ കഴിയാതെ യാത്രക്ക് പ്രയാസം നേരിട്ട് ആ പ്രയാസങ്ങളെയെല്ലാം അതിജയിച്ച് അവിടെ എത്തിയപ്പോൾ ആ കമ്പനിയിൽ തന്റെ സീറ്റിൽ വേറെ ആളിരിക്കുകയാണ്. അവർക്ക് ആളുകളുണ്ട്. അവിടെ ആ ജോലി സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യാൻ അവർക്ക് ആളുകളെ ലഭിക്കുന്നു. യാത്ര കാരണം ബുദ്ധിമുട്ടുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. എത്രയോ ആളുകളുടെ ബിസിനസ്സുകൾ തകർന്നിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് നടത്തിയിരുന്ന പല ആളുകളുടെയും ബിസിനസ്സുകൾ തകർന്ന എത്രയോ വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട്. കുടുംബവുമായി ജീവിക്കുന്ന ആളുകൾ, ഫാമിലിയുമായി പ്രവാസ ലോകത്ത് കഴിയുന്ന ആളുകൾ, അവര് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. ഗ്യാസിന് നമ്മുടെ നാട്ടിൽ വില കൂടിയ വാർത്തകൾ നമ്മളിങ്ങനെ ദിനേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. 26 റിയാൽ ഉണ്ടായിരുന്ന ഗ്യാസിന്റെ വില ഇന്ന് സൗദി അറേബ്യയിൽ ഏകദേശം 50% വർദ്ധിച്ചിട്ടുണ്ട്. 50%, 50 എത്തിയിട്ടില്ലെങ്കിലും അതിന്റെ സമീപത്ത് വർദ്ധിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അവരുടെ ശമ്പളത്തിൽ നിന്ന് അവർ വലിയ ഒരു വിഹിതം അവരുടെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി എക്സ്ട്രാ ചെലവാക്കേണ്ട ഒരു സാഹചര്യം ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ചെലവുകൾ, ഹോട്ടലാകട്ടെ മറ്റു മേഖലയാകട്ടെ, അവിടങ്ങളിലെല്ലാം വർധനവുകൾ ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെ പല കമ്പനികളും പ്രവാസികളായ ആളുകൾക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുകയാണ്. അവർക്ക് നൽകിയിരുന്ന പല ബോണസുകളുമുണ്ട്, പല അധിക സാലറികളുമുണ്ട്, അധിക സംവിധാനങ്ങളുമുണ്ട്. ആ സൗകര്യങ്ങളെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. വലിയ വലിയ കമ്പനികളിലെ പ്രൊഡക്ഷൻ അത് അവസാനിപ്പിക്കുന്നു, അവർ നിർത്തിവെക്കുന്നു. നിർബന്ധിതമായി ലീവിന് പോകാൻ വേണ്ടി ജോലിക്കാരോട് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങൾ പ്രവാസ ലോകത്തെ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ ഏറെയാണ്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നാട്ടിൽ താമസിക്കുന്ന ആളുകൾ, നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ പ്രവാസ ലോകത്ത് പോയ സഹോദരങ്ങളുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ അവരനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ നമ്മുടെ കടമ എന്താണ്? സഹോദരങ്ങളെ, പണമുള്ളപ്പോൾ മാത്രം അവരെ സ്നേഹിക്കുകയും അവർ അയക്കുന്ന പണത്തിൽ നിന്ന് വല്ലതും കുറവ് വന്നാൽ അവരോട് നീരസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി, ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, മല്ലാ യശ്കുരിന്നാസ ലാ യശ്കുരില്ലാഹ്. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവനല്ല എന്നാണ്. എങ്ങനെയാണ് മനുഷ്യരോട് നന്ദി കാണിക്കുക?
ഒരു മനുഷ്യൻ അയാളുടെ ആവുന്ന സമയത്ത് നമ്മളെ സഹായിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്കെല്ലാം നൽകി. അയാളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ, അയാളൊരു പ്രയാസത്തിലായപ്പോൾ അയാൾക്ക് പഴയതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു കാരണം കൊണ്ട് അയാളോട് മോശമായി സംസാരിക്കുന്ന, അയാളെ പരിഗണിക്കാത്ത, അയാളെ കേൾക്കാത്ത, അയാളെ അവഗണിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്, നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കടമ എന്താണ്? അവര് നമുക്കാവുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ പരിഗണിച്ചവരാണ്. അവരുടെ പ്രതിസന്ധിയുടെ സമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് താങ്ങാകാൻ, തണലാകാൻ നാട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഒരുപക്ഷെ ഇന്നലെ അവരയച്ച സമ്പത്ത് കൊണ്ട് ഏറ്റവും ഉന്നതമായ സൗകര്യങ്ങളിലാണ് പല ആളുകളും ജീവിച്ചത്. ഇന്ന് പ്രവാസികളുടെ സമ്പത്ത് കൊണ്ട് പൊങ്ങച്ചം കാണിക്കുന്ന, ദൂർത്തടിക്കുന്ന കുടുംബങ്ങൾ ഞാൻ വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ വാചകം ഒരു അബദ്ധമാണ് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ മതി. പ്രവാസികളുടെ കുടുംബങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ധൂർത്തും പൊങ്ങച്ചവും പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. വിവാഹരംഗത്തുള്ള ധൂർത്തത്രയാണ്. വിവാഹരംഗത്ത് ഓരോ കുടുംബങ്ങളും പ്രവാസികളെ മുന്നിൽ കണ്ടുകൊണ്ട് ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ എത്രയാണ്? വീടിന്റെ നിർമ്മാണം, വീടിന്റെ ജോലികൾ, അത് എത്ര തന്നെ ചെയ്താലും തീരാത്ത, വീണ്ടും 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 അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓരോ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്ന, ഒരാവശ്യവുമില്ലാതെ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ആഡംബരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായി പ്രവാസികളുടെ കുടുംബങ്ങൾ മാറാൻ പാടില്ല. അള്ളാഹു പറഞ്ഞത് എന്താണ്? നിങ്ങൾ ധൂർത്തടിക്കാൻ പാടില്ല, അമിതമായി കൊണ്ട് നിങ്ങൾ ചെലവാക്കാൻ പാടില്ല. ധൂർത്തടിക്കുന്നവർ തീർച്ചയായും പിശാചിന്റെ ചങ്ങാതിമാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ഭക്ഷണത്തിലും പാനീയത്തിലും പോലും അതിരുകടക്കുന്നതിനെ താക്കീത് നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. പ്രവാസി സഹോദരങ്ങളുടെ കുടുംബങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരു മാസക്കാലം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് എത്രയാണ്? നമുക്കിന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ മടിയാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ പുറത്തുള്ള സ്ഥാപനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചു പോകുമ്പോൾ അബൂബക്കർ തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം 2 ദിവസത്തെ സമ്പാദ്യം ചെലവഴിക്കുന്ന കുടുംബത്തെ ഞാൻ വെറുക്കുന്നു എന്നാണ്. എന്താ വാചകം? ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം 2 ദിവസത്തെ സമ്പാദ്യം ചെലവഴിക്കുന്ന കുടുംബത്തെ ഞാൻ വെറുക്കുന്നു എന്ന വാചകം പ്രവാചകന്റെ ഖലീലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്. ഇന്നി ലഉബഇദു അഹ്ല ബൈത്തിൻ യുൻഫിഖൂന റിസ്ഖ അയ്യാമി ഫീ യൗമിൻ വാഹിദ്. വല്ലാത്തൊരു പ്രയോഗമാണത്. നമ്മുടെ നെഞ്ചകത്തേക്ക് കയറേണ്ട വാചകമാണത്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ വാചകം അദ്ദേഹം സാമ്പത്തികമായ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം അവിടെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടൊരു രംഗമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു മാംസം വാങ്ങി വരുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ജാബിറെ എന്താണിത്? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് മാംസം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായി, എനിക്ക് മാംസം ഭക്ഷിക്കാൻ കൊതി തോന്നി, അപ്പോൾ ഞാൻ വാങ്ങിയതാണ്. എന്താ ഉമർലാന്റെ വാചകം എന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അകുല്ലമാ ഇസ്തഹൈത ഇസ്തറൈത്. എന്താണ് ആ വാചകം? ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്തായിരിക്കും നമ്മളെയൊക്കെ അവസ്ഥ? എന്താ അദ്ദേഹം പറഞ്ഞത്? നിനക്ക് എന്തെല്ലാം കഴിക്കണമെന്ന് നിനക്ക് ആഗ്രഹം തോന്നുന്നുവോ അതെല്ലാം നീ വാങ്ങി തിന്നുകയാണ് എങ്കിൽ അവൻ ധൂർത്തനാകാൻ വേറൊന്നും വേണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വീട്ടിൽ മാംസമില്ലാത്ത, മത്സ്യമില്ലാത്ത, വിഭവങ്ങളില്ലാത്ത, അത്തരത്തിലുള്ള നോൺ വെജുകളില്ലാത്ത തീന്മേശകൾ വിരളമാണ് അല്ലെ? ഇത് ഏത് കാലഘട്ടം മുതലാ തുടങ്ങിയത്? ഞാൻ അതിനെ എതിർക്കുകയല്ല, അത് വേണ്ട എന്ന് പറയുകയല്ല. മറിച്ച് ഇവിടെ ഒരു കൂട്ടം ആളുകൾ പ്രതിസന്ധിയിലുണ്ട്. ഒരുപക്ഷെ അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ നമ്മളോട് പറയാൻ അവർക്ക് പ്രയാസം ഉണ്ടാകും. നമ്മളാണ് കണ്ടറിയേണ്ട ആളുകൾ. യുദ്ധത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ അവരോട് അന്വേഷിക്കണ്ടേ, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് അന്വേഷിക്കണ്ടേ? ഇന്ന് നിരന്തരം നമ്മുടെ വീടുകളിലേക്ക് വ്യത്യസ്തമായ കമ്പനികളുടെ ജോലിക്കാർ വന്നുകൊണ്ട്, ആമസോണിന്റെ, ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ബൈക്കിന്റെ പിറകിൽ, സ്കൂട്ടിയുടെ പിറകിൽ വലിയ വലിയ ബാഗുകളുമായി നമ്മുടെ വീട്ടിലേക്ക് നിരന്തരം ആളുകൾ വരികയാണ്. പർച്ചേസിന്റെ രീതി മാറി, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ കോലം മാറി.
നമ്മുടെ ബെഡിൽ കിടന്ന് വീട്ടിലിരുന്ന് നമുക്ക് വേണ്ടതെല്ലാം നിരന്തരം വാങ്ങിക്കൊണ്ടിരിക്കുന്ന പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ ഇതിൽ അംഗങ്ങളാണ്, ഈ പറയുന്ന ഗണത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാസികളായ ആളുകളുടെ ബന്ധുക്കൾ എന്ന നിലയിൽ, കുടുംബക്കാരെന്ന നിലയിൽ ഒരു നല്ല സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം സാമ്പത്തിക അച്ചടക്കം പഠിപ്പിച്ച മതമാണ്. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ഖുർആനിന്റെ പ്രയോഗമാണത്. ചെലവഴിക്കുകയാണെങ്കിൽ ദൂർത്ത് കാണിക്കാത്തവരും അതേപോലെ തന്നെ കടുംപിടുത്തം നടത്താത്തവരും അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരുമാണ് അല്ലാഹുവിന്റെ അടിമകളായ വിശ്വാസികളെന്ന് വിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും. എന്താ ചോദ്യം? എവിടുന്നാ സമ്പാദിച്ചത്? എവിടുന്നാ ഇത് കിട്ടിയത്? പ്രവാസ ലോകത്ത് മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ ബാപ്പ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ അവരയച്ചു തരുന്ന സമ്പത്ത് തോന്നിയതുപോലെ വിനിയോഗിച്ചാൽ, ഹലാല് നോക്കാതെ ഹറാമ് നോക്കാതെ റബ്ബിന്റെ നിയമങ്ങൾ നോക്കാതെ അവരെ പരിഗണിക്കാതെ നമ്മൾ ചെലവഴിച്ചാൽ നാളെ പരലോകത്ത് എന്തേക്കാരം നമ്മുടെ മറുപടി? ഏത് രീതിയിലാണ് മറുപടി പറയാ? പ്രത്യേകിച്ച് എന്റെ യുവാക്കളായ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഗൗരവത്തിൽ കാണണം. ക്യാമ്പസുകളിൽ പോകാനും വൈകുന്നേരം ഭക്ഷണം കഴിക്കാനും സ്വന്തം വീട്ടിൽ ഭക്ഷണം ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ ഉമ്മയുണ്ടാക്കുന്ന ഭക്ഷണം പോരാ, അവർക്ക് പുറത്തു പോകണം. എന്നോട് വെറുപ്പ് വിചാരിക്കരുത്. നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന അവരുടെ നീറുന്ന പ്രശ്നങ്ങളാണ്. ഇത് അഡ്രസ് ചെയ്യാതെ, ഇത് പറയാതെ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? വുളൂ ചെയ്യുന്ന മേഖലയിൽ പോലും ദൂർത്തടിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂല് ഒരു പുഴയുടെ ചാരത്തുകൂടെ പോകുമ്പോഴാണ് ആ പുഴയിൽ നിന്ന് വുളൂവെടുക്കുന്ന മനുഷ്യൻ അയാളോട് നബി ദൂർത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞത്. അയാളുടെ ചോദ്യം, നബിയെ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ ഞാൻ വുളൂ ചെയ്യുമ്പോൾ അവിടെ ദൂർത്തുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, നാം വൈൻ കുൻത അലാ നഹരി ജാരിൻ, നീ ഒരു പുഴയുടെ അയൽവാസിയാണെങ്കിലും അവിടെ ദൂർത്തുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അത്തബ്ദീറു ഇൻഫാഖുൽ മാലി ഫീ ഗൈരി ഹഖ്ഖിഹി. എന്താ ദൂർത്ത് എന്ന് പറഞ്ഞാൽ? അർഹതയില്ലാത്ത അനാവശ്യമായ അനീതിയായ കാര്യങ്ങളിൽ ധനം ചെലവഴിക്കുന്നതിനാണ് ദൂർത്ത് എന്ന് പറയുക എന്നാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ പ്രവാസികളുണ്ട്. ഒരുപക്ഷെ ഈ ഖുത്ബ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പ്രവാസികൾ ഇന്ന് പ്രവാസ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, അവരെ ആശ്വസിപ്പിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ പ്രതിസന്ധികൾ അന്വേഷിക്കുവാനുമാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മര്യാദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക തിരുമേനി ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചു വിറച്ച് വീട്ടിലേക്ക് വന്ന രംഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആശങ്കപ്പെട്ട ഭയപ്പെട്ട നബിയെ ഖദീജ ഉമ്മ ചേർത്ത് പിടിച്ചു. സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിനെ പുതപ്പിട്ട് മൂടി പ്രവാചകനെ ആശ്വസിപ്പിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല, അള്ളാഹു നിങ്ങളെ കൈവടിയുകയില്ല എന്ന സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ ഖദീജയാകണം നമുക്ക് മാതൃക. റളിയല്ലാഹു അൻഹാ. അവരാകണം നമുക്ക് ഈ സന്ദർഭത്തിൽ മാതൃക. ജോലി പോയാൽ പോകട്ടെ, പ്രശ്നമില്ല, നമുക്കിവിടെ ജീവിക്കാൻ വഴികളുണ്ട് എന്ന് പറയുന്ന, നമുക്കിവിടെ മറ്റു വഴികൾ കാണാം, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം കുറച്ചാലും പ്രശ്നമില്ല എന്ന് പറയുന്ന ഭാര്യമാരുണ്ടാകേണ്ട കാലഘട്ടമാണിത്. പ്രവാസി സഹോദരങ്ങളുടെ ഭാര്യമാര് പഠിക്കേണ്ട പാഠമുണ്ട്. സ്വഹാബികളുടെ ഭാര്യമാര് അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരോട് പറയുമായിരുന്നു, നിങ്ങൾ സമ്പാദിച്ചോളൂ, പക്ഷേ സമ്പാദിക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ ഒരു തരിമ്പ് പോലും ഹറാമുണ്ടാകരുത്. കാരണം വിശപ്പിന്റെ വേദന ഞങ്ങൾ അനുഭവിച്ചോളാം, നരകത്തിന്റെ ചൂടനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയുമായിരുന്നു. അങ്ങനെ അവരെ ചേർത്ത് പിടിച്ച ആളുകളാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ പ്രവാസിയും നമ്മുടെ വീട്ടിലുള്ള പ്രവാസി സഹോദരങ്ങളോട് അവരുടെ അവസ്ഥകൾ ചോദിച്ചറിയണം, മനസ്സിലാക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പരമാവധി കുറച്ച് ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ അവർക്ക് താങ്ങാകാൻ, തണലാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു ആ ഒരു നല്ല അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ
അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഈ ഖുത്ബ കേൾക്കാൻ ഈ പള്ളിയിൽ ധാരാളം പ്രവാസികളുണ്ടാകും. പ്രവാസി സഹോദരങ്ങളോട് പറയാനുള്ളത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ച വാചകമാണത്. ഏത് പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലാഹു നമുക്കൊരു വഴി കാണിച്ചു തരും. നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. മനുഷ്യന്റെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ അറിയുന്ന പടച്ച തമ്പുരാൻ നമുക്കൊരു പരീക്ഷണമാകാം, അതല്ല എങ്കിൽ മറ്റു വല്ല കാര്യങ്ങളുമാകാം. ഏത് സാഹചര്യമായാലും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ, നമ്മൾ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല വഴി തുറന്നു തരുമെന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിന്റെ അധ്യാപനത്തിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ പഴിക്കുന്ന, ഇതെന്തൊരു കാലമാണ്, അങ്ങനെ ഈ കാലത്തെ ആക്ഷേപിക്കുന്ന അത്തരമൊരു ഗണത്തിൽ വിശ്വാസികളായ നമ്മൾ പെടാൻ പാടില്ല. രണ്ടാമതായി പ്രവാസി സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തിന്റെ അനാവശ്യ ഡിമാൻഡുകൾക്ക് മുന്നിൽ നമ്മൾ കീഴ്പ്പെടാൻ പാടില്ല. അത് പ്രവാസികൾ മനസ്സിലാക്കേണ്ടതാണ്. കുടുംബങ്ങൾ പല ഡിമാൻഡുകളും പറയും, അവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാകും. അത്തരം ആവശ്യങ്ങളുടെ മുമ്പിൽ എന്താണോ നമ്മുടെ സാഹചര്യം, എന്താണോ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് നമ്മൾ പെരുമാറേണ്ടത്. നമ്മൾ ബാങ്കുകളിലേക്ക് ഓടാൻ, പലിശക്ക് പണമെടുക്കാൻ, അത്തരം മാർഗങ്ങൾ സ്വീകരിച്ച് പ്രവാസികളായ ആളുകൾ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. നിഷിദ്ധമായ മാർഗത്തിലൂടെ ഒരു കാരണവശാലും നമ്മുടെ ബാക്കിയുള്ളവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ നമ്മൾ നിൽക്കുന്നത് അബദ്ധമാണ്. അത് മതപരമായി തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചെലവ് ചുരുക്കുക എന്നുള്ളത് ഓരോ പ്രവാസിയും പഠിക്കേണ്ട കാര്യമാണ്. ചില പ്രവാസികളെ കുറിച്ച് ആളുകൾ പറയും, നാട്ടിൽ വന്നാല് പണത്തിന്റെ ഒരു ധാരാളിത്തം കാണിക്കലാണെന്ന്. നമ്മളതിൽ പെടാൻ പാടില്ല. നമ്മുടെ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഒരൽപ്പം സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെയാണ്, മിതത്വം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവഴിക്കേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഏറ്റവും അവസാനമായി നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബത്തോട് പറയണം, ഭാര്യയോട് പറയണം, മാതാപിതാക്കളോട് പറയണം. നമ്മുടെ അവസ്ഥകൾ പലർക്കും അറിയില്ല, പ്രവാസികളുടെ സാഹചര്യങ്ങൾ പലർക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ വെറുതെ അന്വേഷിച്ച് നോക്കൂ, പ്രവാസികളായ ആളുകളെ എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. നമ്മുടെ വസ്ത്രത്തിലേക്ക് നോക്കി, നമ്മുടെ വാഹനത്തിലേക്ക് നോക്കി, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലേക്ക് നോക്കിയാണ് അവർ നമ്മളെ വിലയിരുത്തുന്നത്. നമ്മുടെ ഉള്ളെന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അവസ്ഥകൾ കൃത്യമായി വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ പ്രവാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ കുടുംബജീവിതം മാറ്റിവെക്കുന്ന, മാതാപിതാക്കളോടൊപ്പമുള്ള ജീവിതം മാറ്റിവെക്കുന്ന പ്രവാസി സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളുകളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രവാസികളും തന്നെ അവരുടെ കടമകൾ, അവരുടെ ബാധ്യതകൾ മനോഹരമായ രീതിയിൽ പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച രീതിയിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കാൻ, പ്രയാസങ്ങളിൽ പെടുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് സമാധാനം നൽകി ജീവിക്കുന്നവരാകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. പ്രവാസ ലോകത്ത് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ജോലി നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.